Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിനും അനുഭവത്തിനും നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ജീവൻ മുഴുവൻ സന്തോഷം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, വിശിഷ്യ നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്ത സുവിശേഷം, കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ പ്രവൃത്തികൾ, ഇത് യേശുവിനെ അനുകരിക്കുന്ന, അനുഗമിക്കുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വലിയ ആത്മബലമാണ്. നമ്മുടെ കർത്താവ് മരിച്ചതിന് ശേഷം ഉയർപ്പിക്കപ്പെടുകയില്ല എന്ന് വാർത്ത പരത്തിയിരുന്ന യഹൂദരുടെ മുൻപിൽ, അതുകൊണ്ടാണ് അവർ യേശു മരിച്ചതിന് ശേഷം അവനെ ആരും എടുത്തുകൊണ്ടു പോകാതെ ഇരിക്കണം, എടുത്തുകൊണ്ടുപോയി അതിനുശേഷം അവൻ ഉയർത്തു എന്ന വ്യാജ പ്രസ്താവന നടത്താതെ ഇരിക്കണം. അതുകൊണ്ട് അവർ ആ കല്ലറയിൽ വലിയ ഒരു കല്ല് ഉരുട്ടി വെച്ചു, സീൽ ചെയ്തു, അതിന് പട്ടാളക്കാരെ കാവൽ നിർത്തി. അപ്പസ്തോല പ്രവൃത്തിയിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച്, അതുകൊണ്ട് ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് കർത്താവും നാഥനുമാക്കി. ഈ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ ഒരു പടിവാതിൽ തുറക്കലാണ്. മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. ഈ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മാത്രം ഗ്രഹിച്ച് അതിനനുസൃതമായ ഒരു ജീവിതം മാത്രം നയിച്ചാൽ മതി. മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിക്കേണ്ടതില്ല. പുനരുത്ഥാനമില്ല എന്ന് യഹൂദരുടെ ഇടയിൽ
അതിശക്തമായി വിശ്വസിച്ചു പോരുന്ന ഒരു വിഭാഗം ആളുകൾ. കർത്താവ് തൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിന് ശേഷം മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. മനുഷ്യപ്രകൃതി എവിടെ നിൽക്കുന്നു? ദൈവത്തിൻ്റെ വിട്ടുമാറാത്ത സ്വഭാവം എവിടെ നിൽക്കുന്നു? നമുക്കെന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മോട് പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ സുവിശേഷം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ അടയാളപ്പെടുത്തപ്പെട്ട ദൈവ ഇടപെടലാണ്. ശിഷ്യന്മാർ ഉയർപ്പിനെക്കുറിച്ച് പരസ്പരം പങ്കുവച്ചവരാണ്. അതിൽ പ്രധാനിയാണ് പത്രോസ്. പത്രോസ് ആദ്യമായി ഇവരെ തിരികെ കൊണ്ടുപോവുകയാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? പത്രോസിന് അറിയാവുന്ന ജോലി അതാണ്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, കർത്താവ് നമ്മുടെ കൂടെയില്ല. അസ്വസ്ഥമായ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം, എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖയില്ല, ഒരെത്തും പിടിയുമില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെയുള്ളവർ മറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. അവരും പറഞ്ഞു, ഞങ്ങളും നിൻ്റെ കൂടെ വരുന്നു. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവിനെ നേരിൽ കണ്ടവരാണ്. പക്ഷേ അവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പൂർത്തീകരിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് എന്നുള്ളത് അവിടെ നിൽക്കുന്നു. എങ്കിലും കർത്താവ് ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നടക്കുന്ന ഈ മൂന്നാമത്തെ ഒരു എൻകൗണ്ടർ, ഇവർ കർത്താവിനെ വിട്ട് വലയെ ആശ്രയിച്ച് വീണ്ടും കടൽ തീരത്തേക്ക് പോകുന്നു. അവർ രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു. അവർ ക്ഷീണിതരായി, എന്നാൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല. കർത്താവ് അവരുടെ അടുക്കൽ വന്നു നിന്ന് അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. യേശു പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണെന്ന് ഓർക്കണം. ഒന്നും കിട്ടിയില്ല എന്ന പരമാർത്ഥം കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ പുതിയ ഒരു സജഷൻ വരുന്നു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. ഇടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും വലയിട്ട് ക്ഷീണിച്ചു നിൽക്കുന്നവരാണ്. പുതിയൊരാൾ വന്ന് പറയുന്നു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, കിട്ടും. ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാർക്ക് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നതുപോലെ അവർ വലയിട്ടു. അവർക്ക് അത്ഭുതകരമായ രീതിയിൽ വല നിറയെ മത്സ്യം ലഭിക്കുന്നു. അപ്പോൾ ഒരു വീണ്ടും ഓർമ്മപ്പെടുത്തൽ, അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. മറ്റാർക്കും അങ്ങനെ ചെയ്യാനാവില്ല. നമ്മൾ പഠിച്ച പണി 18 നോക്കി വലയിറക്കിയവരാണ്. എന്നാൽ അവൻ വന്ന് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവരനുസരിച്ചു. കർത്താവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടല്ല, അവർക്കിത് മീൻ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. അത്ഭുതകരമായ മത്സ്യബന്ധനം നടന്ന ആ പ്രദോഷം, അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. വീണ്ടും അവർ സുബോധത്തിലേക്ക് വരികയാണ്. പത്രോസ് നേരെ എടുത്ത് ചാടിയത് വെള്ളത്തിലേക്കാണ്. കർത്താവാണ് എന്നത് കണ്ട് കർത്താവിനെ
പൂർണ്ണ ആദരവോടുകൂടി കാണുന്നതിന് സാധ്യമല്ലാതിരുന്ന വസ്ത്രധാരണമായതുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി. കരയ്ക്ക് വരുമ്പോൾ തീക്കനൽ, അടുപ്പ് കൂട്ടിയിരിക്കുന്നു, പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു. എങ്കിലും അവർക്കൊരു സംശയം അവശേഷിച്ചതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച, അതായത് കർത്താവ് പറഞ്ഞതുപോലെ വലയിട്ടിട്ട് വലയിലകപ്പെട്ട മത്സ്യം വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരിക. അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ്. കർത്താവ് പ്രഭാത ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടും അടുത്ത നിമിഷം അതെല്ലാം മറവിരോഗമുള്ളവരെ പോലെ അതിൽ നിന്ന് മാറിപ്പോകുന്ന പ്രകൃതം. പക്ഷേ വിട്ടുമാറാത്ത ദൈവം തൻ്റെ സ്നേഹം നമുക്ക് നൽകി നമ്മെ ഉറപ്പിക്കുകയാണ്. മനുഷ്യ സ്വഭാവം ഇങ്ങനെയാണെങ്കിലും ദൈവം തൻ്റെ സ്വഭാവം മാറ്റുന്നില്ല. God is eternally the same. The Son of God is permanently the same. He doesn't withdraw from His promise to be with us. നമ്മളോട് കൂടെ ഇരിക്കാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ് തൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. എവിടെയാണ് പിശക്? എവിടെയാണ് തിരുത്തേണ്ടത്? കർത്താവിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടാണോ? കർത്താവ് താമസിച്ചു പോയത് കൊണ്ടാണോ? കർത്താവ് വാഗ്ദാനം മറന്നുപോയത് കൊണ്ടാണോ? ആണോ? അല്ലല്ലോ. സംഭവിച്ചതെന്താ? കണ്ണുകൊണ്ട് കണ്ടിട്ടും ഹൃദയം കൊണ്ട് സ്ഥിരീകരിക്കാനാവാത്ത വിധം ദുർബലമായ നമ്മുടെ മനസ്സ്. നിങ്ങൾ തിബേരിയാസിൻ്റെ കടൽ തീരത്ത് നിൽക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തിബേരിയാസിൻ്റെ അടുക്കൽ വീണ്ടും വന്നിരിക്കുന്നു, കടൽ തീരത്ത് നിൽക്കുകയാണ്. Jesus our Master is eternally present and is pleasant. He wants to help us. കർത്താവിന് നമ്മെ വീണ്ടെടുക്കാൻ ആഗ്രഹമുണ്ട്. നാം കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയുന്നതിന് മുൻപ് ചെയ്തിരുന്നതിലേക്ക് തിരിച്ചുപോയി. കർത്താവിനെ കണ്ടിട്ടില്ലാത്തതുപോലെ പെരുമാറുന്നു. കർത്താവ് കാത്തു നിൽക്കുന്നു. നമ്മെ പ്രഭാത ഭക്ഷണത്തിന് അവിടുന്ന് തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. പ്രിപ്പയറിങ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവത്തിനു സ്തോത്രം. പ്രാർത്ഥിക്കാറില്ലേ? പ്രതികൂല സാഹചര്യങ്ങൾക്ക് മധ്യേ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ട് അവനിലേക്ക് മടങ്ങാൻ കഴിയണം. നമുക്ക് ഇതിനിടയിൽ സംഭവിച്ച ദുർബല അവസ്ഥ ദൈവം സൃഷ്ടിച്ചതല്ല. നാം വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മിൽ വന്ന് സംഭവിച്ച ദുർബല അവസ്ഥയാണ്. ഈ കുർബാന തിബേരിയാസിൻ്റെ തീരത്ത് ആഘോഷിക്കുന്ന അപ്പവും വീഞ്ഞുമാണ്. ദ ബോഡി ബ്രോക്കൺ ഫോർ us, ദ ബ്ലഡ് ഷെഡ് ഫോർ us. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പം തിബേരിയാസിൻ്റെ തീരത്ത് വെച്ച് വീണ്ടും നമ്മൾ ഭക്ഷിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട അവിടുത്തെ രക്തം തിബേരിയാസിൻ്റെ
ഓളങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങി വരികയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഇതിനെ സ്വീകരിക്കാം. അതിനിടയിൽ സംഭവിച്ച നമ്മുടെ മനസ്സിൻ്റെ ദുർബലാവസ്ഥയ്ക്ക് ഒരു പരിഹാരം വീണ്ടും കർത്താവ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ജെറുസലേം നഗരം വിട്ട് നിങ്ങൾ പോകരുത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് സഹായം നൽകും, സ്ഥിരീകരണം നൽകും, നിങ്ങളെ വിശുദ്ധീകരിക്കും. വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. ബി പേഷ്യൻറ്റ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹീ വിൽ കൺവേർട്ട് യു. നമുക്ക് കുർബാനയോട് ചേർന്ന് നിൽക്കാം. ഇവിടെ നടക്കുന്ന അത്ഭുതം നാം അത്ഭുതത്തിന് വിധേയരാകേണ്ടുന്നതിന് വേണ്ടിയാണ്. അപ്പവും വീഞ്ഞും, ഗോതമ്പപ്പവും, മുന്തിരിച്ചാറ്, മുന്തിരി പിഴിഞ്ഞെടുത്ത ചാറും. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ അപ്പം, ദുർബലമായ അപ്പം ഏതാണ്? ഓസ്തിയാണ്. തിരുവോസ്തിയായി മാറാൻ ഉപയോഗിക്കുന്ന ഓസ്തിയുടെ അപ്പമാണ് ഏറ്റവും ചെറിയ അപ്പം. ചില ഹോട്ടലിൽ കയറി ദോശയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും ദുർബലമായ അപ്പം ദോശയാണെന്ന്. കാരണം ആ പരുവത്തിലാണ് അവരുണ്ടാക്കി വയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ അപ്പം കർത്താവിൻ്റെ ശരീരമായി മാറാനുള്ള ഓസ്തിയാണ്. ഈ ദുർബലമായ അപ്പത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ ശരീരമാക്കി അത് മാറ്റുകയാണ്. കൻ യു ബിലീവ്? രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അത് കൺഫേം ചെയ്യുകയാണ്, അത് സ്ഥിരീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ അതിനെ മാറ്റിമറിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ എല്ലാം മറന്ന് കർത്താവിനെ വിളിച്ചില്ലേ? വിളിച്ചെന്നോ ഇല്ലെന്നോ? വിളിച്ചു. ഇപ്പം വിളിക്കാത്തവർ പിന്നീട് അലറി വിളിച്ചോളും. കർത്താവിനെ നമുക്കാകുന്നതുപോലെ ഹൃദയത്തിൻ്റെ ശുദ്ധിയിൽ യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നതിന് ശക്തി നൽകിയത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കായിക ബലം, അതോ നിങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവാണ്. യേശു കർത്താവാണെന്ന് നമ്മളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും അധരം കൊണ്ട് ഏറ്റുപറയാനും കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. മക്കളെ, കത്തോലിക്കാ തിരുസഭയിൽ സകല അടയാളങ്ങളും സകല അത്ഭുതങ്ങളും സകല ജീവിത പരിവർത്തനവും മാനസാന്തരവും നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും ദുർബലമായ അപ്പം കർത്താവിൻ്റെ ശരീരമായി മാറ്റിയ അപ്പത്തിൻ്റെ മുൻപിലാണ്. നമുക്കറിയാവുന്ന മദർ തെരേസ ഒരത്ഭുതമാണ്. ലോകത്തിൻ്റെ കാവൽ മാലാഖ എന്ന് എല്ലാവരും വിളിച്ചതാണ്. ഈ അമ്മ തൻ്റെ പ്രവൃത്തിയുടെ ശക്തിയെക്കുറിച്ച് ആളുകൾ, പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ അമ്മ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചിരുന്നത് തൻ്റെ ബാങ്ക് ബാലൻസ് അല്ല, സിസ്റ്റേഴ്സിൻ്റെ എണ്ണം അല്ല. ചെറിയ സക്രാരിയിൽ അമ്മ അവരെ വിളിച്ചുകൊണ്ടുപോയി സക്രാരിപ്പെട്ടി കാണിച്ചിട്ട് പറയും, ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് മൈ സ്ട്രെങ്ത്. എൻ്റെ സകല ശക്തിയും ഈ ചെറിയ കുർബാനപ്പെട്ടിയിലെ സന്നിഹിതനായിരിക്കുന്ന കർത്താവാണ്. യെസ്, ഇറ്റ് ഈസ് ദ ലോർഡ്. അതുകൊണ്ട് അമ്മ പറയുമായിരുന്നു, കാരിത്താസ് ക്രിസ്തി ഊർജത് നോസ്.
The love of Christ compels me. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. കണ്ടാലും എത്ര വലിയ കരുണയൻ മേൽ ചൊരിഞ്ഞ് ചങ്കു വീഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നാൽ. കണ്ടാലും എത്ര വലിയ കരുണയൻ മേൽ ചൊരിഞ്ഞ് ചങ്കു വീഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നാൽ. ആളൊഴിഞ്ഞ വീടു പോലിരുന്നെന്റെ ആയുസിനെ ശാസകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ചേ. ആനന്ദത്തോടെ ആടുമ്പോൾ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ച് ഒറ്റപ്പെട്ടു പോയെന്നാലും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ച് ഒറ്റപ്പെട്ടു പോയെന്നാലും. സന്ധ്യയിങ്കൽ വിലാപം വന്നു നിഴൽ മൂടിയാലും, രാവിലെ ആനന്ദമൻ കണ്ണിൻ മുന്നിൽ വിളയാടും. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ഭൂലോകം ഉണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞെന്ന്, പണ്ടു പണ്ടു പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചെന്ന്. ഭൂലോകം ഉണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞെന്ന്, പണ്ടു പണ്ടു പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചെന്ന്. പൊന്നു തമ്പൂരാൻ തന്റെ കോടാകോടി ദൂതരുമായി എന്നെ തന്നോടു കൂടെ കൊണ്ടുപോകാൻ വരുന്നെന്ന്. ആനന്ദത്തോ